ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മറ്റൊരു സ്ക്രിപ്റ്റായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ് ജോണർ എന്നൊന്നും ഞാൻ മുൻകൂട്ടി പറയുന്നില്ല. അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഇതിലെ മെയിൻ ക്യാരക്ടർ അർജുൻ്റെ ശബ്ദം വോയിസ് ഓവറായിട്ട് കയറി വരികയാണ്. ഫുൾ ബ്ലാക്കാണ്, അപ്പോൾ വോയിസ് മാത്രം വരുന്നു, അർജുൻ്റെ വോയിസ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ സീൻ കാണിക്കുകയാണ്. പ്രീതി എന്നുള്ളൊരു പെൺകുട്ടിയുടെ വീടാണ് കാണിക്കുന്നത്. പകലാണ്, എക്സ്റ്റീരിയർ ഷോട്ടാണ്. ആകെ ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. തൂത്ത് വൃത്തിയാക്കാത്ത മട്ടിലുള്ള വീടിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യം കാണിക്കുന്നു. തൊട്ടടുത്ത അയൽപക്കമൊന്നുമില്ല. ഇനി അകത്തെ സീൻ, ഇൻറ്റീരിയർ സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ പ്രീതിയുടെ മുറി. അകത്ത് മുറിയിൽ പ്രീതി ബെഡ് റെസ്റ്റിലാണ്. വലിയ എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചതുപോലെ തലയിലും ദേഹത്തുമെല്ലാം മരുന്ന് കെട്ടിവെച്ചിരിക്കുന്ന നിലയിൽ ദേഹം അനക്കാൻ കഴിയാത്ത രീതിയിലാണ് അവൾ കിടക്കുന്നത്. അടുത്ത് അർജുൻ ഇരിക്കുന്നുണ്ട്. അവളുടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അർജുൻ: അച്ഛനോ അമ്മയോ പെട്ടെന്ന് കയറി വന്നാൽ അത് ശരിയാവില്ല. അത് കേട്ട് അവൾ മെല്ലെ മൂളുന്നു. ആകെ അവശതയിലാണവൾ. അപ്പോൾ അർജുൻ കയ്യിൽ നിന്ന് പിടിവിട്ടു. അവസരം കിട്ടുമ്പോഴൊക്കെ വിളിക്ക് കേട്ടോ. അത് കേട്ട് അവൾ വീണ്ടും മൂളുന്നു. അർജുൻ അപ്പോൾ അവളുടെ നെറുകിൽ ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുന്നു: കൂടിപ്പോയ 2 മാസം, അതിനുള്ളിൽ താൻ ഓക്കെ ആവും, വിഷമിക്കണ്ട. അത് കേട്ടവൾ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ അർജുൻ: എന്തായാലും അച്ഛൻ വരുമ്പോൾ ഈ വീടും മുറ്റവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പറ. പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തോ ഇവിടെ ചത്തു കിടക്കുന്നുണ്ട്. അത് കേട്ട് പ്രീതി അവശതയോടെ: പറയാം. അപ്പോൾ അർജുൻ ബൈ. അവൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഒന്ന് തിരിയാൻ പോലും കഴിയാതെ മുഖം മാത്രം ചെരിച്ച് അവൻ പോകുന്നത് നോക്കി കിടന്നു. ഇനി എക്സ്റ്റീരിയർ ഷോട്ടാണ് കാണിക്കുന്നത്. അതേ വീട് തന്നെ, വീടിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട്. അപ്പോൾ പുറത്ത് അർജുൻ്റെ ബൈക്ക് കിടക്കുന്നുണ്ട്. അവൻ ബൈക്കിൽ കയറാൻ തുടങ്ങിയതും ചെറിയൊരു കാറ്റ് വീശി. അപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധമാണ് മൂക്കിലേക്ക് ഇരച്ച് കയറിയത്. അവൻ മൂക്ക് പൊത്തിയതും അർജുൻ എന്ന് വ്യക്തമാകാത്തൊരു ശബ്ദം കേട്ടു. അവനത് കേട്ട സ്ഥലത്തേക്ക് നോക്കി. വീടിൻ്റെ മൂലയിലുള്ള കിണറിൻ്റെ ഭാഗത്തു നിന്നാണത് കേട്ടത്. അത് കേട്ട് സംശയത്തോടെ അവൻ കിണറിനടുത്തേക്ക് നടന്നു. കിണർ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് മൂടിയിരിക്കുകയാണ്. അവൻ അതിനടുത്ത് നിന്ന് പ്ലാസ്റ്റിക് മാറ്റണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ച ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് പിടിച്ച് മുഴുവനായി മാറ്റി. ചീഞ്ഞളിഞ്ഞ ദുർഗന്ധത്തോടൊപ്പം ഒരുപാട് ഈച്ചകളും മുകളിലേക്ക് പറന്നു. അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ കാണുന്നത് വീടിനുള്ളിൽ നിന്ന് ജനലിലൂടെ പ്രീതി അവനെ നോക്കി നിൽക്കുന്നതാണ്. കണ്ട കാഴ്ച വിശ്വസിക്കാനാകുന്നതിന് മുൻപേ കിണറിൽ നിന്നും അഴുകിയ ഒരു കൈ അവനെ കിണറിലേക്ക് വലിച്ചിട്ടു. അവൻ്റെ അലർച്ച കിണറിനുള്ളിൽ നിന്നും മുഴങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അർജുൻ ദേഹം അനക്കാൻ കഴിയാതെ കണ്ണുകൾ മെല്ലെ തുറന്നു. നല്ല ആഴമുള്ള വെള്ളമില്ലാത്ത കിണറിനടിയിൽ കാലും നടുവുമെല്ലാം ഒടിഞ്ഞ് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണവൻ. അർജുൻ മെല്ലെ മുഖം തിരിച്ചു നോക്കി. അപ്പോളതാ ഉള്ളിൽ പ്രീതിയെ കൂടാതെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടക്കം അഴുകിയ ശവശരീരം കിടക്കുന്നു. അതിനു മുകളിലാണ് അവൻ കിടക്കുന്നത്. അത് കണ്ട് ചെറിയൊരു മൂളലല്ലാതെ മറ്റൊരു ശബ്ദവും അവൻ്റെ പുറത്തേക്ക് വന്നില്ല. പെട്ടെന്ന് മുകളിൽ കിണറിനെ മൂടിയിരുന്ന പ്ലാസ്റ്റിക് തനിയെ കാറ്റത്ത് പറന്ന് തിരികെ കിണറിനെ വീണ്ടും മൂടുന്നു. പെട്ടെന്ന് ഇരുട്ടാകുന്നു. ഫിലിം അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കഥ? ഇഷ്ടമായെങ്കിൽ പറയുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഇതുപോലത്തെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.